വിഷ്ണു, വാട്ട് എ സർപ്രൈസ്! ഇതെന്താ ഇവിടെ? നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനിവിടെ ഫെഡറൽ ബാങ്കിലാണ് കുറച്ച് നാളായിട്ട്. മോക്കിപ്പോൾ എത്ര വയസ്സായി? മോൾക്ക് 2 വയസ്സ്. വിഷ്ണുവിന്റെ ഫാമിലി? അത് ഞാനിപ്പോൾ ബാച്ചിലർ തന്നെയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ആണോ? അതെന്നെ പറ്റിയേ? ഇനിയിപ്പോ എപ്പോഴാ? പ്രായം മുന്നോട്ടല്ലേ, പിന്നെ നമുക്ക് പറ്റിയ ഒരാളെ സെറ്റായി കിട്ടിയില്ല. പപ്പ വരാറായിട്ടുണ്ട്. ഞാനിന്ന് അവളെ കണ്ടടാ. 10-12 വർഷമായില്ലേ. അതിൻ്റെതായ ചേഞ്ചസ് ഒക്കെ അവൾക്കുണ്ട്. എന്നാലും അവളെന്നെ കണ്ടതേ തിരിച്ചറിഞ്ഞടാ. ആടി, ഞാൻ ശരിക്കും സർപ്രൈസ്ഡാ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഷോക്കാ. അപ്പം സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ട്, ആരോടോ ഫോണിൽ സംസാരിക്കുക. എടി, ഓക്കെ, ഞാൻ വിളിക്കാം, വരുന്നുണ്ട്. ഓക്കെ. ആന്റി, പപ്പ അവിടെ പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. ഞങ്ങള് പോവാണേ. ടാറ്റാ. ആൻറ്റിയോ? ഓ, അവര് അത് എൻ്റെ ചേച്ചിയുടെ പിള്ളേരാ. ചേച്ചിയുടെ അമൃതയില വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ജസ്റ്റ് പിള്ളേരെ ചേട്ടൻ ഇവിടെ ആക്കിയിട്ട് ചേച്ചി പിക്ക് ചെയ്യാനായിട്ട് പോയതാ. അപ്പോൾ തിരിച്ചു വന്നപ്പം അവരെ കൂട്ടിയിട്ട് പോയി. ആണോ? ജ്യോതി ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഞാൻ ഇവിടെ ലാവൻഡർ ഹോസ്റ്റലിൽ. അതൊരു വർക്കിംഗ് ഹോസ്റ്റലല്ലേ? അതെ. അപ്പോൾ ജ്യോതിയുടെ ഫാമിലി? ഞാനും ബാച്ചിലർ തന്നെയാ. സത്യം? ഓ, അതെന്നെ പറ്റി? ആരെയൊക്കെ കയറിയല്ലോ. നീ ചെക്കന്മാരുമായി എന്ത് ചെയ്യല്ലോ കേട്ടോ. ഒന്നുമില്ല, വിഷ്ണു പറഞ്ഞ പോലെ ഒന്നും അങ്ങ് സെറ്റായി വന്നില്ല ഇതുവരെ. അത്രേ ഉള്ളൂ. ജ്യോതി, അപ്പം നടന്നാലോ? വിഷ്ണു ടൈം ഇപ്പം 9 ആയി. 9:30 ആകുമ്പോഴത്തേക്കും ഹോസ്റ്റലിൽ കയറണം. ഞാനെന്നാ പൊക്കോട്ടെ. ജ്യോതി, ആ നമ്പർ തരാവോ? നമുക്കിടയ്ക്ക് വർത്തമാനം പറഞ്ഞിരിക്കാലോ. തരാം, നമ്പർ തരാം. പറയട്ടെ. 944. അല്ല, അത് വേണ്ട, ഞാൻ വേറെ നമ്പർ തരാം. അതെന്ത് പറ്റി? സ്വന്തം നമ്പർ പറഞ്ഞോ? അതല്ല, ഇതിപ്പോൾ എൻ്റെ ഓഫീസ് നമ്പറാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തരാം. 949565